ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുകയാണ്. ഞങ്ങളും അതിലേക്ക് പോയിരുന്നു. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കൊട്ടിയൂർ തൊഴാനായിട്ട് ഞങ്ങൾ പോയതാണ്. അവിടെ കണ്ട ഒരു മനോഹരമായ ദൃശ്യമാണ് കേട്ടോ ഇത്. നിറയെ പെൺചാമരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ. ഇതില്ലാത്ത കടയില്ല. ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂക്കൾ എന്നാണ് കരുതപ്പെടുന്നത്. ശിവഭൂതഗണങ്ങളുടെ തലവനായ വീരഭദ്രനും സംഘവും ദക്ഷൻ്റെ യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത്. നമുക്ക് നോക്കാം. വിൽക്കാൻ തയ്യാറായ ഒരുപാട് പൂക്കൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിനുള്ളിൽ കുറേ ആൾക്കാരിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. പണിപ്പുര കണ്ടു. കുറേ പേര് പലതരത്തിലുള്ള ജോലി ചെയ്താണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം കേട്ടോ. എനിക്കൊരു ചാനലുണ്ട്, അപ്പം ഞാൻ ഇതിങ്ങനെ ഇട്ടോട്ട് ആണ് 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 അതെ. ഇത് നിങ്ങളൊക്കെ ഇവിടെ നാട്ടുകാരാ? അതെ അല്ലേ. പേരെന്താ? അതുൽ. അതുൽ തന്നെ. പേരെന്താ? ദിലീപ്. എത്ര ആൾക്കാരവിടെ ചെയ്യുന്ന? സ്റ്റാർട്ടിങ് എവിടുന്നാ? അത് വേറെ അല്ല, ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പാട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഫസ്റ്റ് പാട്ട് നമ്മൾ പണിയെടുക്കുന്നത് വീടുകളിലാണ്. വീടുകളിൽ ഓട കൊണ്ടുവന്നിട്ട് പിന്നെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് ചതച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പാട്ടാണ് ഇവിടെ. ആദ്യം ചതക്കും. ചതക്കല് വീട്ടില് വീടുകളിൽ പല പല വീടുകളിലാണ്. ഒരു വീടുകളിൽ ആവൂലല്ലോ, അങ്ങനെ പല പല വീടുകളിൽ ഇങ്ങനെ കളത്തിയെടുത്ത് ഇങ്ങനെ ഇവിടെ എത്തിക്കും. നിങ്ങൾ ഇതിനെ ഭംഗിയാക്കും. അല്ല, വീടുകളിൽ ഇതേപോലെ പൂവായിട്ട് വരുന്നുണ്ട്. ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാം ഇവിടെ നാക്കാൻ പറ്റില്ല. അവിടെ ഒന്നും ആയിട്ടില്ല അല്ലേ? എന്തുകൊണ്ടാ ചെയ്യണത്? നോട്ടെ ബ്രഷ്. ശരി. ഓ, ഇതൊക്കെ ആക്കാതിരിക്കണതല്ലേ? ബാക്കി വീടുകളിൽ നിന്ന് കൊണ്ടുവച്ചേക്കണതാ അല്ലേ? അതൊക്കെ കൊണ്ടുവച്ചേക്കണതാ. നിങ്ങൾക്ക് ആക്കണം. എന്നിട്ട് ഇങ്ങനെ മറച്ചിട്ട് കെട്ടും. എന്നിട്ട് തിരിച്ചിടും. അപ്പം ഭംഗി. കെട്ടിയില്ലേ? ഞാൻ നാളത്തെ എൻ്റെ ചാനലിൽ ഇതിടും. ഒരു പണിയുണ്ട്, ചെറിയൊരു ചാനലുണ്ടേ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വിചാരിച്ചു, എത്രയല്ലേ ഇവിടെ ഒരെണ്ണത്തിന് 100 രൂപയൊക്കെ വിലയല്ലേ? കഴിഞ്ഞ പോലെ 250 രൂപ വിലയായിരുന്നു ഈ വലിയ പൂവിനൊക്കെ. 100 രൂപ കൂടെ വിൽക്കാൻ പാടുന്ന ഒരു ഓർഡർ ഉണ്ട്. അതെയാ? നിലപാടേ കൂടുതലല്ലേ ഇവിടെ ദേവസ്വം സ്ഥലം. അവിടെ ആ ഒരു കടക്ക് ഒരൊറ്റ കടക്ക് 1/2 കോടിയാണ് വില ദേവസ്വം കൊടുക്കണം. ഇത് 30 ലക്ഷം നിങ്ങൾ കൊടുക്കണം, ദേവസ്വത്തിന് കൊടുക്കണം. എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ജോലി ചെയ്യണേ. നിങ്ങൾ വിറ്റ് നിങ്ങൾക്ക് ലാഭം കിട്ടും വേണം. ജോലിക്കാർക്ക് കൂലിയും കൊടുക്കണം. പൊന്നെ, നല്ല പണിയുണ്ടല്ലേ? മുതലാവില്ല 100 രൂപയ്ക്കാവുമ്പോൾ. 1/2 കോടിയാ നിങ്ങൾ ഇതിനൊക്കെ എത്ര വരും? അപ്പോൾ ദേവസ്വത്തിന് കൊടുക്കണം 30 ലക്ഷം രൂപ. തമ്പുരാനേ. ഒന്നര ലക്ഷം രൂപ 2 മാസം ഈ ഒരു മാസം ഉണ്ടാവുള്ളൂ അല്ലേ? 20 ദിവസം കച്ചവടമുള്ളൂ. ഓ ഓ
അപ്പൊ താങ്ക് യു. ഞാൻ നിങ്ങളൊക്കെ ഇടും എൻ്റെ കേട്ടോ. പേരെന്താ? ചന്ദ്രൻ. ചന്ദ്രൻ. ചേട്ടൻ്റെയോ? രാമൻകുട്ടി. എല്ലാവരും ഈ നാട്ടുകാർ തന്നെ? അതെ. മോൻ്റെ പേരെന്താ? സിദ്ധാർത്ഥ്. ഓക്കെ. ചേട്ടൻ നമുക്കൊരു വാങ്ങാം. ഒരു രൂപ ഇട്ടോളാം കേട്ടോ. താങ്ക് യു.